നമസ്കാരം സുഹൃത്തുക്കളെ, ജോയാണ്. ഷൈനിയുടെയും മക്കളുടെയും മരണത്തെ ബന്ധപ്പെട്ട് സംസാരിക്കാനായിട്ട് തന്നെ വന്നതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്ത ഒന്ന് രണ്ട് വീഡിയോ ഷൈനിയുടെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അയൽവക്കത്തുള്ള കുറേ ആൾക്കാർ സംസാരിക്കുന്നതും, അതുപോലെ ഷൈനിയുടെ സ്വന്തം വീടിൻ്റെ അയൽവക്കത്തുള്ള, അതായത് ഷൈനി വർക്ക് ചെയ്തിരുന്ന റോസ് മിസ്റ്റിക്ക എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഉടമയും അതുപോലെ ഷൈനിയുടെ വർക്കേഴ്സും ഒക്കെ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. ഷൈനിയുടെ ക്യാരക്ടറിനെ പറ്റിയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ പറ്റിയൊക്കെ ഉള്ള വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതോടൊപ്പം നമ്മൾ മെൻഷൻ ചെയ്തത്, ഈ വിഷയത്തിൽ കാരിത്താസ് ഹോസ്പിറ്റലിനെയും സമുദായത്തെയും ഒന്നും അകാരണമായിട്ട് ചേർക്കരുത്, ഒന്നും പറയരുതെന്ന് നമ്മളതിനകത്ത് പറഞ്ഞപ്പോഴേക്കും ഒരു കാര്യമില്ലാതെ ആളുകൾ നമ്മളെ തെറ്റിദ്ധരിച്ച് ആരെയാണ് നീ വെള്ള പൂശാൻ പോകുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള അധിക്ഷേപ സംസാരങ്ങളൊക്കെ വന്നു. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളെ, ആരും നിങ്ങളുടെ കാര്യം. പൊതുസമൂഹത്തിലെ കേരള ജനതയ്ക്ക് മുഴുവൻ വന്ന ട്രോമ, നമ്മളൊക്കെ അനുഭവിക്കുന്ന ഹൃദയത്തിൽ പറ്റിയൊരു വലിയ ആഘാതമാണ് ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും മരണം. അതിനെ ബന്ധപ്പെട്ടാണ് നമ്മൾ പറയുന്നത്. നമുക്ക് അവരോട് മാത്രമേ ഉള്ളൂ സ്നേഹം, അവരെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ, വേറെ ആരെ പറ്റി നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല ഇതിനകത്ത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, എങ്കിലും ഞങ്ങളുടെ വേവലാതി അല്ലെങ്കിൽ ഞങ്ങളുടെ സങ്കടം ഒന്ന് പറയുന്നു. ഇങ്ങനെ പറഞ്ഞെങ്കിലും തീർക്കാൻ പറ്റുന്നു. അല്ലാതെ ട്രോമയിലായിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പം ഞാൻ പറഞ്ഞു വന്നതേ, കാരിത്താസ് ഹോസ്പിറ്റലിനെ ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഷൈനിയുടെ മരണത്തെ ബന്ധപ്പെട്ടിട്ട് കാരിത്താസ് ഹോസ്പിറ്റൽ എന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ള രീതിയിൽ ആ രീതിയിലോട്ടൊക്കെ ഈ കാര്യങ്ങളെ അങ്ങോട്ട് കൊണ്ടേ വെച്ച് കെട്ടുകയാണ്, അല്ലെങ്കിൽ സമുദായത്തിനെ മുഴുവനായിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഇപ്പോൾ ഇതിനെ വെള്ളപൊതിപ്പിക്കലും കാര്യങ്ങളൊന്നും ആയിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, എന്താ ഞാൻ ഈ പറയുന്നത്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിൽക്കുക, ചുമ്മാ എന്തെങ്കിലും പറയരുത്. കാരിത്താസ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഞാനൊക്കെ ജനിച്ചപ്പോൾ മുതൽ അവിടെ ഉള്ളൊരു ഹോസ്പിറ്റലാണ്. നമ്മളൊക്കെ എന്താ പറഞ്ഞ് ഉണ്ടായപ്പോൾ മുതൽ കേൾക്കുന്ന പറയുന്ന പോലുള്ളൊരു ഹോസ്പിറ്റലാണ്. അതിപ്രശസ്തമായ ചികിത്സയിലാകട്ടോ, ചികിത്സ കൊടുക്കുന്നതിൽ, ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അതിപ്രശസ്തമായ ഒരു ഹോസ്പിറ്റലാണത്. അതിനകത്ത് നാനാജാതി മതസ്ഥർക്ക് അവിടുന്ന് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്. കേരളത്തിലെ തന്നെ നമ്പർ 1 എന്ന് പറയത്തക്ക രീതിയിലുള്ളൊരു ഹോസ്പിറ്റലാണത്. അപ്പോൾ ഷൈനിയുടെ ഈ മരണത്തിനെ ആ ഹോസ്പിറ്റലുമായിട്ട് വെച്ച് കെട്ടി ആ ഹോസ്പിറ്റൽ ഒരു കളങ്കം വരുത്താനായിട്ട് ചില ശ്രമങ്ങൾ നടക്കുന്നു. അത് ശരിയല്ല, നമുക്കാ നഷ്ടം. അത് ജ്ഞാനായക്കാരുടെ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞാൽ ജ്ഞാനായക്കാർക്കല്ല ഇവിടെ ചികിത്സ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അവർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ കാലത്തെ മനുഷ്യർ ഏറ്റവും കൂടുതൽ അവനവൻ്റെ ആരോഗ്യ പ്രശ്നത്തിലും അല്ലെങ്കിൽ അവനവൻ്റെ രോഗത്തിനെയൊക്കെ ബന്ധപ്പെട്ട് ആശങ്കയിലാണ് കഴിയുന്നത്. എവിടെയായിരിക്കും ഒരു നല്ല ഹോസ്പിറ്റൽ, എന്തായിരിക്കും, എവിടെ കിട്ടുന്നൊക്കെ ഓർത്തോട്ട് വിഷമിച്ച് വേദനിച്ച് കഴിക്കുന്നിടത്ത് ബ്ലൈൻഡ്ലി എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ കാരിത്താസ് ഹോസ്പിറ്റൽ. ഇനിയിപ്പോൾ ആവശ്യമില്ലാതെ അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വരുവാൻ നിങ്ങളിനി പറഞ്ഞുകൊണ്ട് വരരുത്. ഞാൻ ഇതിനകത്തൊക്കെ സംസാരിച്ചത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് സമുദായത്തോടുള്ള സ്നേഹം എന്താണെന്ന് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. ഇനി അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. ഇനി ഞാൻ കാരിത്താസിനെ പറ്റി പറയുകയാണ്. നമ്മളിപ്പോൾ കാണുമ്പോഴേ നമ്മളെല്ലാം ഉപയോഗിക്കുന്ന, നമുക്കെല്ലാം ഗുണമുള്ള ഒരു ഹോസ്പിറ്റലിനെ കരിവാരി തേച്ച് അതിനെ ഇല്ലായ്മ ചെയ്ത് അതിൻ്റെ പേര് കളഞ്ഞ് കുറേ ആവശ്യമില്ലാതെ ഈ മരണത്തിനെ ബന്ധപ്പെടുത്തി അതിൻ്റെ പേര് പറഞ്ഞ് ആൾക്കാർ, ഇപ്പം ഞാൻ പറഞ്ഞേ, ജനസമൂഹം ഒന്നും അറിയത്തില്ല, ചില 10 പ്രാവശ്യം അത് പറയുമ്പോൾ അത് അങ്ങ് അതിലോട്ടായി പോകുന്നേ, ആ പേര് അങ്ങ് ആയിപ്പോകും. അങ്ങനെ പറയരുത്. എന്ത് തെറ്റാണ് ഇതിനകത്ത് കാരിത്താസ് ചെയ്തതെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം. കാരിത്താസ് ഹോസ്പിറ്റൽ അവരുടെ സർക്കുലർ ഇറക്കിയതോടൊപ്പം അത് മാത്രമല്ല, നമ്മളൊക്കെ അറിഞ്ഞെടുത്തോളം കാരിത്താസിൻ്റെ ഡയറക്ടറായിരിക്കുന്ന വിനോച്ചിനെ പറ്റിയൊക്കെ നല്ല അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. വിനോച്ചിന് അതിനകത്ത് ഈ വരുന്നവർക്കും പോകുന്നവർക്കും അല്ലെങ്കിൽ ഈ സഭയ്ക്കൊന്നും അങ്ങനെ അങ്ങോട്ട് ജോലി കൊടുക്കുന്നില്ല എന്ന് അതിന് വലിയ കുറ്റമായിട്ട് കാണരുത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇതിനെ 2 രീതി ഞാൻ പറയും കേട്ടോ. അതായത് ബിനോച്ചിൻ്റെ നിലപാടെന്ന് പറയുമ്പോൾ ആ 15 വർഷമായിട്ട് അദ്ദേഹം അതിൻ്റെ ഡയറക്ടറായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലാസ്റ്റ് 15 ഇയേഴ്സായിട്ട് ആ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ആ ഹോസ്പിറ്റൽ നമ്പർ 1 ആക്കിയില്ലേ, ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നൊരു ഇടമാക്കിയില്ലേ, ആർക്കും കണ്ണടച്ച് റെഫർ ചെയ്യാവുന്ന ഒരു ഹോസ്പിറ്റലാക്കി മാറ്റിയില്ലേ. അതിന് ആ ഡയറക്ടർ ഒരു എഫേർട്ടും എടുത്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രസ്ഥാനം തുടങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ബന്ധുക്കൾ വരുന്നു, ഇപ്പോൾ എനിക്ക് നാട്ടിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഞാൻ എൻ്റെ ബന്ധുക്കളെ എല്ലാം കൂടെ അവർക്ക് അത്ര എലിജിബിലിറ്റി ഒന്നൊക്കെ നിങ്ങൾ പഠിപ്പിക്കാനിരുന്നോ, നിങ്ങൾ ഓഫീസിലിരുന്നോ ഫ്രണ്ട് ഓഫീസിലിരുന്നോ എന്ന് പറഞ്ഞാൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവസ്ഥ എന്താവും? അതിന് എങ്ങനെ ഒരു നല്ല സർവീസ് കൊടുക്കാൻ പറ്റും? അതിനെങ്ങനെ ഒരു ബിസിനസ് ഉണ്ടാവും? ഈ ഹോസ്പിറ്റലിനെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും നല്ല സർവീസ് അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന പോലെ എല്ലാ റെക്കമെൻഡേഷൻസും അതിനകത്ത് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിനകത്ത് അവരെ അങ്ങനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിനകത്ത് കൂട്ടിച്ചേർക്കുകയാണ്,
ഈ സമുദായത്തിൻ്റെ ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ കൊച്ചുകുന്ന ഹോസ്പിറ്റൽ, അതായത് ലിറ്റിൽ ഉറുദു ഹോസ്പിറ്റൽ ഞങ്ങളുടെ അടുത്തുള്ളതാണ്, കാരിത്താസ് ഹോസ്പിറ്റൽ, അതുപോലെ ഉഴവൂർ കോളേജ്, രാജപുരത്തെ കോളേജ്, അങ്ങനെയുള്ള ഇതിൻ്റെ എല്ലാ പ്രസ്ഥാനങ്ങളിലും ഈ മക്കൾക്ക് ജോലി കൊടുക്കാനായിട്ട് മുൻഗണന ചെയ്യണം. പറ്റുന്നത് അവർക്ക് കൊടുക്കാനായിട്ട് തന്നെ ശ്രമിക്കണം. അവർക്ക് കഴിവുള്ളവരെ അത് കണ്ടെടുത്ത് അല്ലെങ്കിൽ അതിനുള്ള സപ്പോർട്ട് സഭ ചെയ്യണമെന്ന് അല്ലെങ്കിൽ സമുദായം ചെയ്യണമെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഞങ്ങളൊക്കെ പുറത്തു നിന്ന് സംസാരിക്കുന്നവരാണ്. ഇപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് അറിയോ, ഇപ്പോൾ ബിനുവച്ചനെയൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഈ സമുദായത്തിലെ ആൾക്കാരെ പറയുമ്പോഴേ ഈ സമുദായത്തിൽ എത്ര പേര് ഇതിൻ്റെ ഈ ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷൻ അറിഞ്ഞെന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ? സമുദായത്തിലെ ജനങ്ങൾ നമ്മളോടൊപ്പം തന്നെ വിളിക്കുക ഇതെന്നാ സംഭവിച്ചതെന്ന് ഓർത്തിട്ട്. കഴിഞ്ഞ ദിവസമായിട്ട് ആ ഇടവകപ്പള്ളിയിൽ അവർ മീറ്റിംഗ് കൂടുകയും അവരതിനെപ്പറ്റി ഒരു പ്രതിഷേധ സൂചകമായിട്ട് അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? അന്വേഷണം കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടില്ലേ? പിന്നെ ഞങ്ങളൊക്കെ ആരെ വെള്ളപൂച്ചെന്നാണ് പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നറിയോ, ഇതിനകത്ത് ആവശ്യമില്ലാതെ ഈ മറ പിടിക്കുമ്പോൾ ഉള്ള കുഴപ്പമെന്നറിയോ, ഈ മറയത്ത് നിന്ന് രക്ഷപ്പെടുന്ന ചില മനുഷ്യരുണ്ട്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഈ സഭയെ കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്, ഈ സമുദായത്തെ കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഈ കാരിത്താസ് ഹോസ്പിറ്റലിനെ മറയാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആരാണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. യഥാർത്ഥ കുറ്റവാളികളാണത്. ഈ ഷൈനിയുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ ഇതിനകത്ത് ഷൈനിയുടെ മരണത്തിൽ, കുഞ്ഞുങ്ങളുടെ മരണത്തിൽ ആരോപണ വിധേയരാണ്. അവർക്കൊക്കെ നേരെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ ഷൈനിയുടെ വീട്ടുകാർ, ഷൈനി വന്ന് താമസിച്ച വീട്, സ്വന്തം വീട്ടിൽ ഷൈനിയുടെ അനുഭവം എന്താണ് നമുക്കിപ്പോഴും അറിയത്തില്ല. ഇതാ കേൾക്കുന്നു, ഷൈനിയുടെ സഹോദരന്മാർ, ഒരുത്തൻ അമേരിക്കയിലും ഒരുത്തൻ ഓസ്ട്രേലിയയിലാണോ അയർലൻഡിലാണോ അവിടെയാണെന്ന് പറയുന്നു. ഇന്ന് രാവിലെ ഇംഗ്ലണ്ടിലെ അച്ഛൻ റോയ് ജോസഫ് ചെയ്തൊരു വീഡിയോ ഉണ്ട്, നിങ്ങളൊന്ന് ചെന്ന് കണ്ടു നോക്കാം. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു 100 പൗണ്ട് വെച്ച്, ഒരു $100 വെച്ച് ഈ പെങ്കൊച്ചിനെ അയച്ചു കൊടുത്തിരുന്നെങ്കിൽ അവർ രക്ഷപ്പെടത്തില്ലായിരുന്നോ? സ്വന്തം സഹോദരിയല്ലേ, അവരോട് ചെയ്തോ അത്? അപ്പോൾ ഞാൻ ഇപ്പോൾ ഇപ്പോഴും പറയണേ, ബൈബിളിനകത്ത് ആദ്യത്തെ കൊലപാതകത്തെ പറ്റി പറയുന്നുണ്ട്. കായീൻ ആബേലിനെ കൊന്ന ഒരു ചരിത്രമുണ്ട്, ആദ്യത്തെ കൊലപാതകം അത്. അപ്പോൾ സഹോദരനാണ് വന്നത്, സഹോദരനെ കൊല്ലുക ചെയ്തത് അസൂയയുടെ പേരിൽ. അപ്പോൾ ഈ കർത്താവ് വന്നിട്ട്, ദൈവം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, കായീൻ എവിടെ നിന്റെ സഹോദരൻ എന്ന്. അപ്പോൾ ചോദിക്കും, ഞാനാണോ സഹോദരൻ്റെ കാവൽക്കാരന്, എന്നോടാണോ ചോദിക്കുന്നത്? കർത്താവിനോട് കയർക്കുന്നുണ്ട് ഇയാൾ. അപ്പോൾ ഇയാളോട് പറയുന്നുണ്ട്, നിന്റെ സഹോദരൻ്റെ രക്തം വയലിൽ നിന്ന് എന്നെ വിളിച്ച് നിലവിളിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഷൈനിയുടെ സഹോദരങ്ങളോട് എനിക്കൊക്കെ അതേ പറയാനുള്ളൂ. ഷൈനിയുടെ സഹോദരങ്ങൾ അമേരിക്കയിലെ ഏറ്റവും ടോപ്പ് അവസ്ഥയിൽ തന്നെ ജീവിക്കുക. അതുപോലെ ഓസ്ട്രേലിയയിലോ അയർലൻഡിലോ എവിടെ മറ്റോ ജീവിക്കുന്ന തരത്തിൽ അവരും നല്ല സുഖസുന്ദരമായിട്ട്, നീ നാളെ എന്നെ തെറിവിളിച്ചാലും കുഴപ്പമില്ല, നിങ്ങളും നല്ല സുഖസുന്ദരമായിട്ട് ജീവിച്ചോ. പക്ഷെ നിങ്ങൾ ഒന്നോർത്തോ, ഈ പറയുന്ന വയലിൽ നിന്ന് കർത്താവ് പറഞ്ഞതിനപ്പുറത്ത് ആണ്ടെ റെയിൽവേ പാളത്തിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളുടെയും ഷൈനിയുടെ രക്തം വിളിച്ച് കരയുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് സുഖത്തിൽ ഇവിടെ മറന്നോ എങ്ങനെ വേണം ജീവിച്ചോ, ഈ ലൈഫിൽ ഇതിനൊക്കെ ഉത്തരം കൊടുക്കേണ്ടി വരും. ഇതിനൊന്നും ഉത്തരം കൊടുക്കാതെ ഇവിടുന്ന് കടന്നു പോകാൻ പറ്റുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. ഷൈനിയുടെ ആർന്നവരെ പറ്റി പറയുന്നുണ്ട്, ലോകത്തെങ്ങും ഇല്ലാത്ത സ്ട്രിക്റ്റ് ആയിരുന്നു. ആ പെങ്കൊച്ചിന് അതുപോലെ സങ്കടത്തിൽ നിൽക്കുമ്പോൾ അതിനെ ഒന്ന് ചേർത്ത് പിടിക്കാനോ അതിനെ ഒന്ന് രക്ഷപ്പെടുത്താനായിട്ടോ, ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെങ്കൊച്ച് അതിനെ ഒന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് അതിൻ്റെ മക്കളുടെ കാര്യങ്ങളോ ഒന്നിനും ആരും തയ്യാറില്ല. നിലയില്ലാ കയത്തിൽപ്പെട്ട പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴിയില്ലാതെ വന്നപ്പോൾ ഒരു രക്ഷയില്ലാച്ചിട്ട് ഇത്രയും വലിയ ദുരന്തത്തിലോട്ട് പോവുക ചെയ്തത്. ആ ട്രെയിനിൻ്റെ ഒക്കെ മുന്നേ പോയി നിൽക്കുക ചെയ്തത്. ഇത് 3ാം ക്ലാസ്സിൽ അല്ലെ ഒരു 5 വയസ്സുള്ള കൊച്ചിന് പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ അതിനകത്ത് നമ്മൾ ഇവരൊക്കെയാണ് ഈ സഭയുടെ കെയർ ഓഫിൽ രക്ഷപ്പെടാനും സമുദായത്തിൻ്റെ മറയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഇവരെയൊക്കെയാണ് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്. ഇവരെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, ഇവരെയാണ് ചോദ്യം ചെയ്യേണ്ടത്. രാവിലെ റോയ് ജോസഫ് പറയുന്നുണ്ട്, ഇംഗ്ലണ്ടിലെ അച്ഛൻ റോയ് ജോസഫ് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്വന്തം അനിയത്തിക്കുണ്ടായ അനുഭവത്തിൽ ഞാൻ എൻ്റെ അനിയത്തിയെ ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. ഇല്ലേ, ഈ പണമുള്ള സഹോദരങ്ങൾക്ക് പറ്റുകയില്ലായിരുന്നോ? അവന് ഈ പറയുന്ന നോബി എടുത്തിട്ട് ഇടിച്ചുകൊണ്ടിരുന്നപ്പം ചോദിക്കാനായിട്ട് ചുണയുള്ള ആംഗ്ലമാരുള്ള പെങ്ങന്മാരെ ആരിടിക്കുന്ന നിങ്ങൾ പറയുന്നത് ഒരുത്തരം തൊടുകയില്ല. സമുദായത്തിലെ ആൾക്കാരൊന്നും ഇത് അറിഞ്ഞിട്ട് പോലുമില്ല. ഇവനൊക്കെ ഇപ്പം ഇവരെ രക്ഷിക്കാനായിട്ട് അവിടുന്ന് പൊട്ടും പൊടിയായിട്ട് ആരാണ്ടൊക്കെ എന്നോടൊക്കെ നീ ആരാ, നീ എന്തിനാ ഞങ്ങളുടെ സൈഡിൽ നടന്നാലും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെയൊക്കെ പൊട്ടം കളിപ്പിക്കുക, നിങ്ങളുടെയൊക്കെ മറയിൽ ഇവരൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നത്. ചോദ്യം ചെയ്യേണ്ടത് അവരെയാണ്, നിങ്ങൾ ഞങ്ങളെ ചോദ്യം ചെയ്യരുത്. സംസാരിക്കുന്ന ആൾക്കാരുടെ നിങ്ങൾ വായടപ്പിക്കാൻ വരരുത്. ആരും ഈ വിഷയത്തെപ്പറ്റിയൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ലല്ലോ. പിന്നെ സമുദായത്തിൽ ഈ പറയുന്ന നോബിയുടെ അച്ഛനെ പറ്റി സംസാരിക്കുന്ന വിഷയം, ഈ അച്ഛൻ കുറ്റവാളിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമത്തിന് വിധേയമാക്കാനായിട്ട് ഞാൻ പറഞ്ഞത് നമ്മളെല്ലാവരും അതിനകത്ത് ജാഗ്രത പുലർത്തണം. സമുദായത്തോട് ഞങ്ങളത് റിക്വസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന് ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടത് തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യണം. പിന്നെ കോമൺ സെൻസ് ഉള്ള മനുഷ്യൻ ചിന്തിക്കുന്നത്, അതായത് PhD കാരനായ നിയമം അറിയാവുന്ന ഒരു അച്ഛനുള്ള കുടുംബത്തിൽ ഇങ്ങനൊരു വിഷയം വന്ന് അച്ഛനത് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യങ്ങളെ നമ്മൾ ഉയർത്തിയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാൻ കർത്താവിൻ്റെ ഒരു അഭിഷിക്തരെയും അപമാനപ്പെടുത്തി സംസാരിക്കാനോ അധിക്ഷേപിക്കാനോ ഞാനില്ല. കാരണം വചനം പറയുന്നുണ്ട് എൻ്റെ അഭിഷിക്തരെ തൊട്ടു പോകരുതെന്ന്. ഈ ഊഹാപോഹങ്ങൾ പറഞ്ഞ പോലും തെറ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം
ഈ വൈദികനെ പറ്റി അനാവശ്യങ്ങളങ്ങ് പ്രചരിപ്പിക്കുക, ഷൈനിയെ പീഡിപ്പിച്ചു. എന്തിനാണ് ഈ മസാല കഥകളും മഞ്ഞക്കഥകളും പ്രചരിപ്പിക്കുന്നത്? തെറ്റുകാരനെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് ശിക്ഷ കൊടുക്കാനുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ ഒരുക്കേണ്ടത്. അതിന് പേരായിട്ട് ഇങ്ങനെ അനാവശ്യ കഥകൾ ഊഹിച്ച് അങ്ങ് പ്രചരിപ്പിക്കരുത്. അതുപോലെ ഈ ലോഹയിട്ടവർ മുഴുവൻ കുഴപ്പക്കാരാണെന്ന് പറഞ്ഞങ്ങ് വരുത്തി തീർക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലയിടത്ത് കുഴപ്പങ്ങൾ കാണുന്നേ. അങ്ങനെയുള്ളവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള പുഴുക്കത്തുകളെ ചൂണ്ടിക്കാണിച്ച് അവർക്ക് ശിക്ഷ കൊടുക്കും. എന്താ മഹറോൻ ചൊല്ലുക എന്നൊക്കെയാണ് പറയുന്നത് തോന്നുന്നു അല്ലേ? ഈ ഞാൻ പറയുന്നുണ്ടല്ലോ, ഈ രക്തമൊക്കെ ഭയങ്കര അഭിമാനത്തിൽ പറയുന്ന ഈ സമുദായത്തിലെ ആൾക്കാരോട് ഞാൻ പറയാം, ഇപ്പം കല്യാണം പോലും കഴിച്ചു കൊടുക്കുകയില്ല പുറത്തേക്ക് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞു ഒരുമ നേതൃത്വം നിങ്ങളോട് പറയാം. നിങ്ങളുടെയൊക്കെ സമുദായത്തിൽ ഇങ്ങനെയുള്ള കുഴപ്പക്കാർ, ഇങ്ങനെ സമുദായത്തെ നാണം കെടുത്തുന്നവർ, സമുദായത്തിൽ ദുരന്തം വിതയ്ക്കുന്ന മനുഷ്യരെ നിങ്ങൾ പുറത്താക്കണം. ഏത് കല്യാണം കഴിക്കുമ്പോൾ പുറത്താക്കുമെന്ന് പറഞ്ഞാൽ അതിൽ സ്പീഡിൽ തൊഴിച്ച് പുറത്താക്കണം. ഈ ഇങ്ങനെയുള്ള കുടുംബങ്ങളെയൊക്കെ നിങ്ങൾ സീൽ ചെയ്ത് പുറത്താക്കി കളയണം. അതും കൂടെ നിങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുക ഈ സമുദായത്തെ സ്നേഹിക്കുന്ന ഞങ്ങളൊക്കെ. അപ്പോൾ വീണ്ടും പറയുകയാണ്, അനാവശ്യമായിട്ട് ഞാനിപ്പോൾ കാരിത്താസിനെ വെള്ളപതപ്പിച്ചു എന്നും അല്ലെങ്കിൽ സമുദായത്തെ വെള്ളപതപ്പിച്ചെന്നും പറഞ്ഞ് ആരും പറയാനായിട്ട് വരണ്ട. അതിൻ്റെ മറവിൽ ഇരിക്കുന്ന ദുഷ്ടരെ വെളിച്ചത്തോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുക. കാരിത്താസ് ഹോസ്പിറ്റൽ നമ്പർ 1 ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ്. ആർക്കും ബ്ലൈൻഡ്ലി, ഇപ്പം ഞാൻ 1 വർഷം മുമ്പ് അവിടെ പോയി ട്രീറ്റ്മെൻറ്റ്, എനിക്കൊരു സർജറിക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ മദറിലോ ഈ റീസെൻ്റ്ലി അവിടെ സർജറി കഴിഞ്ഞായിരുന്നു. അവരൊക്കെ വിളിച്ചു നോക്കുകയാണെങ്കിൽ നമ്മളിവിടുന്ന് ഒന്നും നോക്കാനില്ല, ഒരു അസുഖം, ഓക്കെ കാരിത്താസിലോട്ട് പൊക്കോ. ഇതാണ്, ഞാൻ പാലയിൽ താമസിക്കുന്ന ആളാണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളായി പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥാപനത്തെയൊക്കെ ചുമ്മാ അങ്ങ് കരിവാരി തേച്ച് നമ്മൾ നശിപ്പിച്ച് കളയരുത്. നശിപ്പിക്കാനും തകർക്കാനും എളുപ്പമാണ്. അങ്ങനെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. ഷൈനിയെയും മക്കളെ ഓർത്ത് ട്രോമയിലായിരിക്കുന്ന ഒരു സമൂഹമുണ്ട് ഇവിടെ. കഴിഞ്ഞ ദിവസം എന്നെ നാട്ടിൽ നിന്ന് ഒരാൾ വിളിക്കുന്നു. അദ്ദേഹത്തിന് 3 മണി സമയത്ത്, രാത്രി 3 മണി സമയത്ത് വിളിക്കുകയാണ്. ആരാ ഷൈനിയുടെ? ആരുമല്ല, ഞങ്ങൾ ആരും ഷൈനിയുടെ ആരുമല്ല. അപ്പം 3 മണി സമയത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഇതുവരെ, എൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ടുള്ള ആളാന്ന് പറഞ്ഞ് സംസാരിക്കുക, അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഇതുവരെ ആ ട്രോമയിൽ നിന്ന് മോചിതയാകാൻ പറ്റിയില്ല, കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്തിട്ട് ഇപ്പോഴും കണ്ണു നിറഞ്ഞ് ഒഴുകുവാണെന്ന്. അതുപോലത്തെ ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ എല്ലാവരും ചിന്തിക്കേണ്ട അതേ ഉള്ളൂ, നമ്മൾ ഒന്നിച്ച് ഇതിനകത്ത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരിടത്തും ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. താങ്ക് യു.